Mivi, we have wired earphone category. We have a earphone. We have Rock and Roll E5. Nanu Rupee Kulil normal rate. So, in this video, we will share this Rock and Roll E5 worth buying a product. Video channel subscribe and consider video family and friends just share the channel and support. Now, this is our box. We have a Mivi logo, a earphone photo, Rock and Roll E5. We have ST stereo sound, lossless audio, super solid bass, powerful drivers, ergonomic design, snug fit. We have a month and year of import, March 2022. Maximum retail price is $790. എന്നാൽ ഇത് നമുക്ക് പൊതുവെ 390 രൂപ നോർമൽ റേറ്റിൽ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഓഫർ സമയങ്ങളിൽ 349 രൂപ 299 കാണാൻ പറ്റും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും 349 രൂപയാണ്. എന്നാൽ 299 രൂപയ്ക്കും ഇത് കിട്ടും കേട്ടോ. മെയ്ഡ് ഇൻ ചൈന ആണെന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് റെഡ്, യെല്ലോ, ബീജ്, ബ്ലൂ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും അതായത് 5 കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് കുറച്ച് പേപ്പർ നോട്ട്സ് ആണ്. വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യാനും അതുപോലെ തന്നെ വെൽക്കം ടു ദ ക്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടാതെ ദേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇയർബഡിൻ്റെ കൂടെ ഒരു 2 ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർ ടിപ്സുകളും കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. മഞ്ഞച്ചേര ഉണ്ടല്ലോ നമ്മുടെ റാറ്റ് സ്നേക്ക്, അതിൻ്റെ പോലത്തെ സ്കിൻ ആക്ച്വലി ഈ ഒരു കേബിൾസിന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ്. പക്ഷേ നിങ്ങളൊരു ബ്ലാക്ക് വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനോട് കൂടിയിട്ടായിരിക്കും ആ ഒരു ഇയർഫോൺ കാണാൻ സാധിക്കുക. പ്യുവർ ബ്ലാക്ക് ആയിരിക്കില്ല. ഇനി ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് 10mm നിയോ ഡൈമിയൻ ഡ്രൈവേഴ്സോട് കൂടിയിട്ടുള്ള 2 ഇയർബഡുകളാണ്. ഇയർബഡുകൾ ഫിസിക്കലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്ലാസ്റ്റിക് വളരെ ചീപ്പ് എന്താ പറയുക ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിക്കുള്ളൊരു പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതുവെ 400 രൂപ അല്ലെങ്കിൽ 350-300 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഇയർബഡുകളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ അവിടെ ഇത്രയും ഒരു ചീപ്പ് ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അതൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ പറയാൻ പറ്റും. മിവിയുടെ ലോഗോ അവിടെ ആ ഒരു ഇയർബഡുകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കുള്ള വയേഴ്സ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. ഭയങ്കര തിന്നുമല്ല ഭയങ്കര നാരോയോ അല്ല, അല്ലാത്ത രീതിക്കുള്ളൊരു വയേഴ്സാണ് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമ്മുടെ ഇൻലൈൻ കൺട്രോൾ പാനൽസ് ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും പിറകിൽ മിവിന്റെ ലോഗോ ഉണ്ട്. കൂടാതെ നമുക്ക് മറ്റൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ MFB ഉണ്ട്. അതുപോലെ തന്നെ മൈക്കും ഇവിടെ കാണാൻ സാധിക്കും. MFBയിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യണമെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. ഡബിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സിറിയൊക്കെ വർക്കൗട്ട് ആവുന്നതാണ്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ കോഡ് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ഒരു പാമ്പിന്റെ ഡിസൈൻ പോലെ ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ആക്ച്വലി ഈ ഒരു ബ്രൈഡഡ് കേബിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രൈഡഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ റഫ് യൂസ് ചെയ്താലും പൊട്ടിപ്പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സിൽവർ പ്ലേറ്റഡ് 3.5mm ഒരു ആംഗിൾഡ് ജാക്കും കാണാൻ സാധിക്കും. ടോട്ടലി ആക്ച്വലി ഒരു ബ്ലാക്ക് നമ്മൾ ഓർഡർ ചെയ്തെങ്കിലും നിങ്ങളൊരു പ്യുവർ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുന്ന വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഫിസിക്കൽ അപ്പിയറൻസ് നല്ല രസം തന്നെയാണ്, അതിൽ വേറൊരു സംശയവുമില്ല. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 45 ഡിഗ്രി ആംഗിൾഡ് ഡിസൈനോട് കൂടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇരിപ്പുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ല. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിവി റോക്ക് ആൻഡ് റോൾ E5ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. മൈക്ക് ആക്ച്വലി കണ്ടോ എൻ്റെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ടാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് എന്തുമാത്രം ആ ഒരു മൈക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഞാൻ നോർമലി സംസാരിക്കുമ്പോഴെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതല്ല ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ മൗത്തിന് അടുത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് വെച്ചിട്ട് സംസാരിക്കാന്നുള്ളതാണ്. എന്തായാലും ആ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് നമ്മുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. പിന്നെ പൊതുവെ വയേർഡ് ഇയർഫോണിൽ അത് മിവി എന്നുള്ളതല്ല ഏതിലാണെങ്കിലും മൈക്ക് ക്വാളിറ്റിയിൽ അങ്ങോട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. പ്രത്യേകിച്ച് ആ ഒരു നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു വയേർഡ് ഇയർഫോണുകളിൽ. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ മിവിയുടെ മറ്റുള്ള നെക്ക് ബാൻഡുകൾ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർബഡുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും കിട്ടാത്ത ഒരു മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ വയേർഡ് ഇയർഫോൺ ആണ്, അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നാൽ പോലും നമ്മുടെ പല വയേർഡ് ഇയർഫോണിലും ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ളതിൽ എന്താ പറയുക ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഞാൻ കിട്ടിയിട്ടില്ല. ബിൽഡ് ക്വാളിറ്റിയിൽ മാത്രമാണ്, പ്രത്യേകിച്ച് ഇയർബഡുകളുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി മാത്രമാണ് എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മിവി റോക്ക് ആൻഡ് റോൾ E5ൽ. 299 രൂപയ്ക്ക് നമുക്കിത് വർത്ത് ബൈങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർത്ത് ബൈങ് തന്നെയാണ്. ഓഫർ സമയത്ത് മാത്രമേ പക്ഷേ നമുക്ക് ഈ ഒരു 299 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ.
ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വേറെ ഒരു പ്രശ്നമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ പാട്ട് കേട്ടാൽ വേറെ ഒരു പ്രശ്നമില്ല. വോക്കൽ ഡോമിനേറ്റഡ് ആയിക്കോട്ടെ, അതല്ല ബേസ് ഡോമിനേറ്റഡ് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി, പ്രീമിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രീമിയം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എന്നാൽ പോലും ഒരു റിച്ച് സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഫാർ ബെറ്റർ ആണ് നെക്ക് ബാൻഡിൽ നിന്നും ഇവരുടെ തന്നെ ഇയർബഡുകളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മ്യൂസിക് കേൾക്കാനാണെങ്കിൽ 299 രൂപയ്ക്ക് ഓഫർ സമയത്ത് കിട്ടണമെങ്കിൽ വാങ്ങിച്ചോളൂ. 349 രൂപയ്ക്കാണെങ്കിലും വാങ്ങിച്ചോളൂ. പക്ഷേ 399 400 രൂപയ്ക്ക് നമുക്ക് ബിൽ ക്വാളിറ്റിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഇയർബഡിന്റെ കാര്യം ഒഴിക്കുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നവുമില്ല, അവിടെയും നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ മിവി റോക്ക് ആൻഡ് റോൾ E5നെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.